പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ വലിയൊരു ഗ്യാപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കളത്തിലിറങ്ങുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് കളിച്ച 4 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് അൺബീറ്റൻ ആണ്. ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന പരിശീലകന്റെ കീഴിൽ മികച്ച ഫോമിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ നേരിടാനായിട്ട് പോകുന്നത് മുഹമ്മദ് നസിയെയാണ്. ഈ ഒരു സീസണിൽ റെലഗേറ്റ് ആകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചൊരു ക്ലബ്ബാണ് മുഹമ്മദ് നസി. നാളത്തെ മത്സരത്തിൽ മുഹമ്മദ് നസിയെ കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെയൊക്കെ പ്രതീക്ഷ. ഇനി ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നതാവട്ടെ വെറും 2 മത്സരങ്ങൾ മാത്രമല്ല അവശേഷിക്കുന്ന 2 മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം കൂടിയാണ്. ഇനി അടുത്ത 2 മത്സരങ്ങളും വിജയിച്ച് ആശ്വാസത്തോടെ ലീഗ് അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നാളത്തെ മത്സരത്തിൽ കരീം ബെനാറിഫ് അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളത്. ജംഷഡ്പൂർ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിനിടയിലായിരുന്നു കരീം ബെനാറിഫിന് പരിക്കേൽക്കുന്നത്. താരത്തിൻ്റെ പരിക്കൽപ്പം ഗുരുതരമാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇഞ്ചുറി വന്നപ്പോൾ തന്നെ കോച്ച് അദ്ദേഹത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയുമായിരുന്നു. അതിനുശേഷം താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനൊപ്പം ട്രെയിനിങ് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഞ്ചുറിയിൽ നിന്നെല്ലാം താരം ഏതാണ്ട് റിക്കവേർഡ് ആയിട്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ കരീം ബെനാറിഫ് അവൈലബിൾ ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രിയ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നിലവിൽ പെർസിക് എന്നൊരു ഇന്തോനേഷ്യൻ ക്ലബിന് വേണ്ടിയാണ് ലൂണ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നിലവിൽ ആ ഒരു ക്ലബിന് വേണ്ടി ലൂണ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പെർസിക് എന്ന ക്ലബിന് വേണ്ടിയുള്ള അഡ്രിയാൻ ലൂണയുടെ സ്റ്റാറ്റ്സ് ഒന്ന് നോക്കാം. പെർസിക് എന്ന ക്ലബിന് വേണ്ടി ലൂണ നേടിയിട്ടുള്ളത് 2 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ്. ഈ ഒരു ക്ലബ്ബ് ലാസ്റ്റ് കളിച്ച മത്സരത്തിൽ അഡ്രിയാൻ ലൂണ ഗോളും നേടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ വരുന്ന ജൂൺ 30 അഡ്രിയാൻ ലൂണയുടെ ഈ ഒരു ക്ലബിനോടൊപ്പമുള്ള ലോൺ കാലാവധി കഴിയും. താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ആരാധകരെല്ലാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് കയറാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.